നമസ്കാരം. ഇന്ന് നമ്മളിവിടെ ഒരു വെറൈറ്റി ചിക്കൻ കറിയാണ് തയ്യാറാക്കുന്നത്. ഇത് കുക്കിംഗ് പഠിച്ചു വരുന്നവർക്കും ബാച്ചിലേഴ്സിനും വളരെ തിരക്കുള്ളവർക്കും എല്ലാം വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി റെസിപ്പിയാണ്. അതിന് വേണ്ടിയിട്ട് 1 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം കടായി വെച്ച് എണ്ണ ആവശ്യത്തിനൊഴിച്ച് ചിക്കൻ അതിലോട്ട് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ശേഷം ഒരു 3-4 വലിയ സവാള കട്ട് ചെയ്തത് ഡയറക്റ്റ് ഇതിലോട്ട് ആഡ് ചെയ്യാം. സവാളയൊന്നും വഴറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടെങ്കിൽ അതും ആഡ് ചെയ്യാം. നിർബന്ധമില്ല, ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചിക്കൻ വേകുന്നതിനോടൊപ്പം തന്നെ ഈ സവാളയും വഴണ്ട് വന്നോളും. ശേഷം നമ്മൾ എരിവിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒരു 3-4 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ഒരു 3-4 തക്കാളി പുളിപ്പിനനുസരിച്ച് ആവശ്യത്തിന്. ഇതൊരു തക്കാളി ഇടുന്നത് ഒരു തിക്ക് ഗ്രേവിയും കൂടെ നമ്മുടെ ചിക്കന് തരും. ആവശ്യത്തിന് തക്കാളി, നിങ്ങളുടെ പുളിപ്പിന് ആവശ്യത്തിനുള്ള തക്കാളി ആഡ് ചെയ്യാം. ഞാനിവിടെ 4 തക്കാളിയാണ്. ഇത് അടച്ച് വെച്ച് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിൻ്റെ തോട് ഒന്ന് മാറ്റി കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ മുകളിൽ നിന്ന് തോടിളക്കി കളയാം. ശേഷം ഇത് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ചിക്കൻ ഉടഞ്ഞു പോകരുത്. ഈ സമയം കൊണ്ട് തന്നെ ചിക്കൻ ഓൾമോസ്റ്റ് വെന്ത് വരുന്നുണ്ട്. ശേഷം അതിൻ്റെ ഒപ്പം തന്നെ സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം ഇതിൻ്റെ കൂടെ വഴണ്ടും വെന്തും വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. നമ്മൾ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്ന പോലത്തുള്ള ഒരു ടെൻഷനുമില്ല. ഈ സാധനങ്ങളെല്ലാം അരിഞ്ഞ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഈ ചിക്കൻ കറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. എല്ലാം ഈ ചിക്കനിൽ കൂടെ ഇട്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെല്ലാം നല്ലോണം വഴണ്ട് വരും. സെപ്പറേറ്റ് ഒരു വെളുത്തുള്ളിയുടെയോ ഇഞ്ചിയുടെയോ സവാളയുടെയോ ഒന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. ഞാനിന്ന് ഇതിൽ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അത് ഓപ്ഷണലാണ്. എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണമെങ്കിൽ ഇട്ടാൽ മതി. കുരുമുളകും പച്ചമുളകും ആവശ്യത്തിന് ഇടുന്നുണ്ടെങ്കിൽ അതിൻ്റെ തന്നെ എരിവ് ഇതിന് മതിയാകും. കുരുമുളക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. കഴിഞ്ഞു ഇതിൻ്റെ പാചകം. ശേഷം കുറച്ച് മല്ലിയിലയും ഒരു ചെറിയ പീസ് ഇഞ്ചി നീളത്തിൽ ചോപ്പ് ചെയ്തത്, 2 പച്ചമുളക്. അത് എരിവ് നോക്കിയിട്ട് ഇടണം, ഇല്ലയെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. വേണ്ട, എരിവ് കുറച്ച് മതിയെന്നുള്ളവർക്ക് സ്കിപ്പ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് ഗ്രേവി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച് അതും കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറുക്കിയെടുക്കാമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. വെള്ളം ആഡ് ചെയ്തില്ലെങ്കിലും ഒരു വിഷയമില്ല. കുറച്ച് കറിക്ക് വേണ്ടിയിട്ട് ഒരല്പം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതെല്ലാം കുറുകി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ആ തക്കാളിയും സവാളയും ഒന്നും ഇതിൽ കാണാനില്ല. എല്ലാം നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയോ അപ്പോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും പോവും. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. നിങ്ങളെല്ലാവരും ഇത് പരീക്ഷിച്ചിട്ട് അഭിപ്രായം പറയണം കമൻസിലൂടെ.